ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് സെപ്റ്റംബർ 3-ാം തീയതി, അതായത് ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം ഒത്തിരി നാൾ കൂടി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വന്നപ്പോൾ നിങ്ങൾ ഓർക്കും എന്താണെന്നല്ലേ. അങ്ങനെ എൻ്റെ ഫൈനൽ ഇയർ ജീവിത കാലഘട്ടത്തിലെ അവസാനത്തെ ഓണ സെലിബ്രേഷൻ, അവസാനത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇതെൻ്റെ ഫൈനൽ ഇയർ ആണ്. അപ്പം നമ്മുടെ ഓണ സെലിബ്രേഷൻ നാളെ സെപ്റ്റംബർ 4-ാം തീയതി നമ്മുടെ ഓണ സെലിബ്രേഷനാണ് ഇവിടെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ തലേന്നത്തെ വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെയാണ് ഇതെന്തെന്നത്. അപ്പോൾ ഇത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാം നടന്ന സെയിം ഓഡിറ്റോറിയത്തിലേക്കാണ് ഞങ്ങളും പോണത്. എവിടെ ഇതേ നീരജ, ശ്രുതി, ശ്രുതി എവിടെ കാണത്തില്ല, വാ ശ്രുതി. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇപ്പോൾ തൽക്കാലം പോകുന്നത്. ഓൾറെഡി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം ഞങ്ങളിപ്പം അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ഡാൻസ് നമുക്കൊന്ന് കളിച്ച് നോക്കണം. ഞങ്ങളുടെ ഡാൻസ് ഉണ്ട്, ഞങ്ങളുടെ അതെ ഞങ്ങളുടെ തിരുവാതിരയുണ്ട്, ഞങ്ങളുടെ ഡാൻസ്, ഞങ്ങളുടെ തിരുവാതിര, ഞങ്ങളുടെ എല്ലാ പരിപാടികളും ഉണ്ട്, സദ്യ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ഇതുപോലെ ഞാൻ 2 ഹായ് ഹലോ പറയാൻ ചാൻസ് ഉണ്ട്. നാളെയും വന്നിട്ട് ഞാനൊരു ചിലപ്പോൾ ഒരു ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞു വരും. ഒരു മൈൻഡ് ചെയ്യണ്ട കേട്ടല്ലോ. അപ്പോൾ മൈൻഡ് ചെയ്ത് അങ്ങനെ കേട്ടോ, നിങ്ങൾ മൈൻഡ് ചെയ്യണം. എന്നാലും ഞാൻ വന്ന് പറയുമ്പോൾ നിങ്ങളതിനെ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്ത് വിട്ടില്ല. എൻ്റെ ശീലം ഇപ്പോൾ ക്യാമറ ഓണാക്കി ഉടനെ വന്നിട്ട് ഹേ ഗായ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇവിടുത്തെ വഴിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളിത് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇപ്പം നമ്മൾ ചെന്നിട്ട് ട്രയൽ നോക്കാം ഡാൻസിൻ്റെ. ഇവിടെ ഇപ്പോൾ ആരും ഇല്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഫൈനൽ എല്ലാവരും സ്പോർട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്ക് ഡാൻസിൻ്റെ ട്രയൽ ഒന്ന് നോക്കാമെന്ന് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാണ് ഓഡിറ്റോറിയം. കഴിഞ്ഞ വർഷം കണ്ടവർക്കറിയാം, വീഡിയോ കണ്ടവർക്കറിയാം, ഇതാണ് ഓഡിറ്റോറിയം. അപ്പോൾ ഇതേ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇതേ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ഏലിക്കുട്ടി നോക്ക്, ഇതേ എല്ലാവരും റെഡിയായി. അവളെ തിരിയൂല, ബിക്കോസ് അവളുടെ മുല്ലപ്പ് പോകും. അപ്പോൾ നമ്മളിത് എല്ലാവരും കൂടെ റെഡി ആയിട്ട് പോവാ, കാണാൻ തന്നെ. ഓക്കെ, ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് പറ്റുകയാണ് ഞാൻ എൻ്റെ ഫുൾ ലുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ ശരിയാവൂല, കൈ ഷെവർ ചെയ്യും. സോ നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി ബാക്കി കാണാം. ഇവിടെ കുറച്ച് ഫോട്ടോ സെഷൻ ഉണ്ടെന്ന് തോന്നുന്നു, എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. തിരുവാ
നിമ്മിയൊക്കെ നോക്കിക്കേ. ഹലോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിലാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടിയുടെ സ്ഥലത്തേക്ക്. കയ്യിൽ സാധനമൊക്കെ ഇട്ട് ഞാൻ ഓൾറെഡി കാണിച്ചാണല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇതേ പോകുന്നു. ഇവിടെ ഭയങ്കര വെയിലാണ്. ഓക്കെ ഗൈസ്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, നല്ല വെയിലുണ്ട് ഇവിടെ. സെക്യൂരിറ്റി ആംഗിൾ. ഞങ്ങളിത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓഡിറ്റോറിയം എത്താറായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമേ ചെല്ലണമല്ലോ, ബിക്കോസ് ഞങ്ങളാണല്ലോ എല്ലാം. അപ്പോൾ നേരത്തെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ലേറ്റായി, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പോവാം. ഗായ്സ്, ഞാൻ വെയിലത്തുനിന്ന് കയറി. ഇച്ചിരി ഇരുണ്ടിരിപ്പുണ്ടല്ലോ, വീഡിയോയ്ക്ക് വെട്ടമില്ലല്ലേ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ ഔട്ട്ഫിറ്റ് ഫുള്ള് കാണുന്നത് ഉദ്ദേശം നടക്കത്തില്ല. സോ യാ, ലെറ്റ്സ് ഗോ. എന്താണ് ഇപ്പം കാണിച്ചത്? ഓക്കെ, നമുക്ക് പോവാം. ഞാൻ ഭയങ്കര മിസ് മാച്ചിങ് ആണ് കേട്ടോ. ബ്ലാക്ക് കമ്മൽ, ചുമല ഉടുപ്പ്, ഭയങ്കര മിസ് മാച്ചിങ്ങിലൊക്കെ കേട്ടോ ഞാൻ പോകുന്നത്. വെയിൽ.
തുടങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മളുടെ എല്ലാവരും പിള്ളേരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പരിപാടി ഇച്ചിരി ലേറ്റായി, കാരണം പിള്ളേരെല്ലാവരും ഒരുങ്ങി വരണ്ടേ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നലെ നൈറ്റ് ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടായിരുന്നു വന്നത്. അപ്പം ഡ്യൂട്ടിക്ക് പോയി പിള്ളേർക്കെല്ലാം വരാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നുകൊണ്ട് സോയാ ഹായ് പറയുന്ന എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും പറയാനില്ല. സന്തോഷം ഹാപ്പി. നമ്മൾ ഇപ്രാവശ്യത്തെ അവസാനത്തെ ഓണം ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള ഇങ്ങനെയൊക്കെ പറയല്ലേ കണ്ടറിയുന്നത് നമ്മളെല്ലാവരുടെ അവസാനത്തെ ഓണമാണ്. സോ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഇച്ചിരി ലേറ്റ് ആകുന്നു പ്രോഗ്രാം അല്ല ലേറ്റ് ആയില്ല പ്രോഗ്രാം തുടങ്ങാൻ. നമ്മൾ 9 മണിക്ക് പറഞ്ഞ പ്രോഗ്രാം അല്ലേ? 9 മണിക്ക് തുടങ്ങി. ഇപ്പോൾ 10 മണിയായി. പിള്ളേരൊക്കെ വന്നിട്ടില്ല. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, സൺഡേ ആണ്. സോ നമ്മൾ വെയിറ്റ് ചെയ്യാം. സേറാ അല്ല അവർ തിരക്കിലാണ് ഓരോന്നൊക്കെ ചെയ്യുന്നത്. ഹാപ്പിയോടെ പറയാ എന്തിനും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ. വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി പ്രോസ്പെറസ് ആൻഡ് ഫൺഫുൾ ഓണം. May this honor bring bonds full of happiness and memories in our life. Actually, we are feeling very much privileged to extend our warm welcome to one and all who gathered here for this occasion. Finally, the auspicious day has changed. What an end to our in-person participation and tireless performance for this program. Today, I think you people have some little bit confusions and all about Onam, because I think some of you are not Malayus and maybe you people don't have that much idea what is Onam and how it looks. That's why we will brief you guys how don't sit like too much tired at all, because now all of you are studying nursing, that we know between CPC and SWATC, and we won't get that much time to celebrate our days and enjoy that. So if you will get 1 or 2 days like this, try to use it to the maximum and try to enjoy the best. So we are going to start. Busy talking to each other or watching the video? Yeah? Watching video or me? Okay. Glad. Alright. So I wish you all happy Onam. Like already it was briefed about what is Onam. I wanted to add few more lines to that. Though my throat is very bad today. Of course every day it is like this nowadays. So Onam is a 10 days festival which Hadi was telling. So it starts on, I think this year 30th August, and you celebrate it till 8th of September, right? Yes, ma'am. Yes. And this is a harvest festival where especially this Onam is celebrated, which is marking the return of the kind-hearted king of Kerala who defeated the gods. Who is he?
Mahabali. Mahabali. So we are all welcoming Mahabali with all our floral carpets, with tasty food, like you have Onam Sadhya today, right? Yes. So you put all those kinds of food, believing that Lord Mahabali, the King Mahabali would visit and bless you all, right? Yes. So thank you for the wonderful video. I must say, in your lifetime, all of you, those who did not visit Kerala, you have to visit Kerala. It's really awesome place. I tell you, I've been there for 17 days till today. Okay? After that, I haven't been. I told my students, every year I'll come. But after that, I did not visit Kerala. In 2016, I visited. I should tell you, everybody who has an eyesight, definitely 0.5 of your eyesight will come down. I'm telling you, because the greenery is so beautiful in Kerala that you will just open your eyes and watch like that. Especially Alampi where I went, it was awesome. The resort and I wish you all the best. വീഡിയോ കിട്ടുന്നില്ലല്ലോ. മാമിന്റെ അവിടെ നിന്നാ കിട്ടുമോ? Thank you.
ഭയങ്കര കഷ്ടപ്പാടും ഡാൻസും ആയിരുന്നു. പോവാം. പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച അതേ സ്ഥലത്ത് തന്നെ ഇപ്രാവശ്യം ഫുഡ് കഴിക്കണേ, സദർമാ സദൻ. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. സോ യാ, അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അടുത്തത് ഗെയിംസൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഗെയിംസ് ഉണ്ട്. നമ്മൾ ആ ഗെയിംസ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിംസിന് കയറും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വടംവലി, ഉറിയടി, സുന്ദരിക്കുട്ടിയോടൊക്കെ ഓൾറെഡി കഴിഞ്ഞല്ലോ. അങ്ങനത്തെ കുറേ ഗെയിംസൊക്കെ ഇനിയുണ്ട്, ഈ പ്രാവശ്യമുണ്ട്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ, ഞാൻ കാണിക്കാം. ഫുഡ് ഞാൻ കാണിച്ചു തരാം. സദ്യയാണെന്ന് പറഞ്ഞു, പക്ഷേ ഇല ഉണ്ടാവില്ല. വേണ്ട, ഇലയുടെ ആവശ്യമില്ല. ബിക്കോസ് ഇത്രയും തന്നെ അവർ ഉണ്ടാക്കി തരുന്നു. പിന്നെ നമ്മൾ ഇലയും കൂടെ വേണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയല്ലല്ലോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ. സോ യാ,
അപ്പോൾ ഞാനിപ്പോൾ അയ്യോ കൈ വേനിക്കുന്നു, ട്രൈപോഡിൽ വെച്ചിട്ടില്ല, താഴെ പോയാലോ എന്ന് ഓർത്തിട്ട്. സോ ഒരുമാതിരി വല്ലാത്ത കോലത്തിലാണ് ഇപ്പോൾ ഇരിക്കണേ. ചടഞ്ഞൂടാ ഇത് വ്ളോഗായിട്ട് വരുമ്പോൾ ഇത് ഞാൻ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും, കാരണം കുറേ ഉണ്ട് അറിയില്ല. ഞാൻ ചിലപ്പോൾ കട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യാൻ പോണത്, അറിയത്തില്ല. ലെറ്റ്സ് സീ. ഇപ്പോൾ തൽക്കാലം ഞാൻ എന്താ പറയുക, ഇപ്പോൾ തൽക്കാലം ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ, ഫുഡ് അടിച്ചിട്ട് വരാം, വിശന്നിട്ട് പാടില്ല. ഓക്കെ, സോ നമുക്ക് ഫുഡ് അടിച്ചിട്ട് കാണാം. ബൈ. ആടാ ഓക്കെ. ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മളുടെ ഫുഡ്. ചോറ്, പരിപ്പ്, മോര്, ഉപ്പേരി, പായസം, തോരൻ, അവിയൽ, സാമ്പാർ, പിന്നെ അച്ചാർ, പിന്നെ ഇതേടെ വെള്ളം. ഇപ്പോൾ നമ്മുടെ മെഗാ തിരുവാതിര നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മെഗാ തിരുവാതിര എന്തുവാ ഞാൻ കാണിച്ചു തരാം.